മക്കളും സിനിമയിൽ വരണം എന്നൊക്കെ അങ്ങനെ ഒരു മോഹം ചേട്ടന് ഉള്ളിലുണ്ടായിട്ടുണ്ടോ? എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതെന്നാണ്? എന്റെ മക്കളെ ഞാൻ പഠിപ്പിക്കണേണ്. അങ്ങനെയാണ് ഞാൻ സിനിമ പഠിപ്പിക്കൂലേ? അല്ല, അവരുടെ ഇഷ്ടം കൂടെ നോക്കണ്ടേ? അവരും ഇഷ്ടം പോയിക്കോട്ടെ. അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ സിനിമയിലേക്ക് വരണം? മൂത്താൾക്ക് ആഗ്രഹം എന്ന് പറയാനുണ്ട്. എന്നിട്ട് അവനെ അഡ്വക്കേറ്റ് ഒക്കെ വിടാം. അഡ്വക്കേറ്റ് ഞാൻ പറയാം LLB എടുത്തിട്ട് എവിടെയും പോയിക്കോ. LLB എടുക്കുക. MA കഴിഞ്ഞു. MA ലിറ്ററേച്ചർ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ പോണെന്ന് വെച്ചു. അപ്പൊ LLB പോകണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് പാസ്സായി കഴിഞ്ഞാൽ എവിടെ പോയിക്കോ. ഈ കല്യാണം കെട്ടിച്ചു വിടുന്ന പെമ്പിള്ളേരോട് വീട്ടിൽ പറയണവരാ, നീ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിനോട് എന്താ ചെയ്തു, പക്ഷെ അതുവരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കുന്നു പറയണമല്ലോ. അല്ല, ഞാനിപ്പോ ഇത് കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയാനാണ്. പഴയ കാലമല്ലേ ഒന്നും. ഈ പിള്ളേര് സിനിമയിൽ അഭിനയിക്കുന്ന ആഗ്രഹമുള്ള പിള്ളേരുടെ കാര്യം അവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്. ഇന്ന് സിനിമ എന്നിട്ടത് അത്ര വലിയ സ്വപ്നലോകമൊന്നുമല്ല. ആർക്ക് വേണമെങ്കിൽ സിനിമ അഭിനയിക്കാം. പണ്ടായിരുന്നു കഷ്ടപ്പാട് ചാൻസ് വെച്ച്. ഇപ്പൊ അല്പം കഴിവില്ലെങ്കിൽ പോലും അഭിനയിക്കാം. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ്. പിടിച്ചു നിന്നാൽ തന്നെ അധികകാലം ഇല്ല. കാരണം യൂസ് ആൻഡ് ത്രോ ആണ് ഇപ്പോൾ. ഇപ്പൊ ഒരു പടത്തിലങ്ങനെ വന്നു, അവൻ ക്ലിക്കായി കഴിഞ്ഞാൽ ഞാൻ വേഗം ഇവൻ തകർക്കും, പിന്നെ അവനെ കാണൂല. വേറെ അടുത്ത സെക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു ജോലിയാക്കി നിങ്ങൾ ഒരിക്കലും വെക്കരുത്. നിങ്ങൾ വേറൊരു ജോലി, ജീവിക്കാനുള്ളൊരു ജോലി നിങ്ങൾ അത് കണ്ടെത്തിയിട്ടേ ഈ പരിപാടിക്ക് വരാവൂ. അല്ലെങ്കിൽ ദുരന്തമായിരിക്കുള്ളൂ. ഞാൻ എൻ്റെ മോനോട് അത് തന്നെ പറഞ്ഞ, നീ LLB എടുക്കാന്നിട്ട് എവിടെയെങ്കിലും പോയിക്കോ. ഇത്രയും ചാലഞ്ചിങ് ആയ ഈ മേഖലയില് എന്നിട്ട് ചേട്ടൻ അങ്ങനെ 26 വർഷം പിടിച്ചു നിന്നു? അതൊക്കെ വിധി എന്ന് പറഞ്ഞതാണ്. എല്ലാവരും എൻ്റെ കൂടെ അഭിനയിച്ച ആൾക്കാരൊന്നും ഇല്ലപ്പാ. പലരും ഇല്ല, പടങ്ങൾ ഇല്ല, എല്ലാവരും ഒന്നും ഇല്ലല്ലോ. അതൊരു ഭാഗ്യമൊക്കെ. എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഒത്തണങ്ങി വന്നു. കഴിവ് മാത്രം പോരാ, ഒരുപാട് കാര്യങ്ങളൊക്കെ ഒത്തണങ്ങി വന്നു. അപ്പൊ ഞാനിപ്പോഴും പറയണത് അതാണ്, എല്ലാവരും ഉപദേശിക്കാൻ എനിക്കത് തന്നെ ഉള്ളൂ. ഇതൊരു തൊഴിലായിട്ട് വെക്കരുത്. ഇനി ചേട്ടനോട് പറപ്പാന്ന് പറയാണ്, ഒരു ഫുൾ കോമഡി റോളാണ്, ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ ചെയ്യോ? പിന്നല്ലാണ്ട്. ആണല്ലേ? അതേ ചെയ്യുള്ളൂ. മടുത്തല്ലേ മറ്റേ സീരിയസ് പരിപാടികള്? കോമഡിയാണ് ഇഷ്ടം. സത്യം. പിന്നെ ആളുകൾ ചിരിക്കാന്നുള്ളല്ലോ ഭയങ്കര പാടല്ലേ ചേട്ടാ ആൾക്കാരെ അങ്ങനെ പറയല്ലോ. ചിരിപ്പിക്കാന്ന് പറയണതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയട്ടാ, അല്ലേ? സത്യത്തെ ഒന്ന് ആലോചിക്കേ. എന്നെ സംബന്ധിച്ച് ചിരിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഞാൻ പറയുമ്പോൾ ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നണില്ല. ഈ സത്യത്തിൽ സിനിമയിൽ ചിരിക്കുന്ന ആൾക്കാരൊക്കെ ജീവിതത്തിൽ ഭയങ്കര സീരിയസ് ആണെന്ന് പറയും. ചേട്ടനും അങ്ങനെയാണോ? സീരിയസ് അല്ല, ചിരി എപ്പോഴും ഒരു അണ്ടർ കറന്റ് ആയിട്ടൊരു ദുഃഖം ഉണ്ടാവും. നല്ല എല്ലാ ചിരിപ്പടം എടുത്ത് നോക്കിയോ, ചാർലി ചാപ്ലിന്റെ എല്ലാ ചിരിപ്പടങ്ങളിലെ അണ്ടർ കറന്റ് എന്ന് ചൊല്ലി കരച്ചിലായിരിക്കും. അത് അത്രേ ഉള്ളു. അതിന്റെ ഒരു ഭാഗമാണ് ചിരി. അതിന്റെ ഒരു ഭാഗം തന്നെ.